ഇവിടെ LDFും UDFും കൃത്യമായി നിലപാടുകൾ എന്ത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നതെന്ന് നമ്മുടെ നാടിനാകെ ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP നമ്മുടെ നാടിന് നേരെ തീർത്തും വിവേചനപരമായ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. നമുക്കറിയാം, നേരത്തെയുള്ള എല്ലാ ഘട്ടത്തിലും നാടിനെതിരെ കേരളത്തെ പ്രത്യേകമായ കണ്ണോടെ കേരളം പച്ച പിടിക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ തകരണം എന്ന മനോഭാവത്തോടെ കേരളത്തെ ദ്രോഹിക്കുന്ന, കേരളത്തിന് വലിയ തോതിൽ ഉപദ്രവം വരുത്തി വെക്കുന്ന നിലപാടാണ് BJP ഗവൺമെൻറ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചു വരുന്നത്. ഞാൻ അതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. നമ്മളെല്ലാം അനുഭവത്തിലുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പല വിധത്തിലുള്ള ദുരന്തങ്ങളാണ് നേരിടേണ്ടി വന്നത്. ആ ദുരന്തങ്ങളിൽ നമുക്ക് സഹായം വേണമായിരുന്നു. കാരണം നൂറ്റാണ്ടിലെ വലിയ പ്രളയമായിരുന്നു 2018 നാം നേരിട്ടത്. നാടങ്ങ് തകർത്ത് ചെറിയുകയായിരുന്നു. ആ തകർന്നടിയുന്ന കേരളത്തെ നോക്കി എല്ലാവരും സഹതപിച്ചു. നല്ലൊരു നാട് തകർന്നു പോവുകയാണല്ലോ എന്ന വേദനയോടെ അവരെല്ലാം അത് നോക്കിക്കണ്ടു. സ്വാഭാവികമായും നമ്മെ സഹായിക്കേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ സഹായം ഉണ്ടായില്ല. സഹായിക്കാൻ തയ്യാറായവരെ മുടക്കുകയും ചെയ്തു. അതെവിടം വരെ എത്തി? സഹായം ഞങ്ങൾ നൽകാൻ തയ്യാറാണ്, നിങ്ങൾ വന്ന് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പോയി വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുത്തുന്ന നില വരെ കേന്ദ്ര ഗവൺമെൻറ് എത്തി. ഇങ്ങനെയെല്ലാമുള്ള ഒരുതരം ശത്രുതാപരമായ നിലപാടാണ് നമ്മളോട് സ്വീകരിച്ചത്. അതൊരു ഭാഗം. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വികസനമെന്നത് സംസ്ഥാനവും കേന്ദ്രവും പങ്കുവഹിച്ചുകൊണ്ട് നടക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം തീർത്തും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക, കടുത്ത സാമ്പത്തിക ഞെരുക്കം. നമുക്ക് സാധാരണഗതിയിൽ നൽകേണ്ട വിഹിതം അതിൽ വലിയ വെട്ടിക്കുറവ് വരുത്തി. മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന അവസ്ഥയുണ്ടായി. അതേസമയം ഒരു സംസ്ഥാനത്തിന് എടുക്കാവുന്ന വായ്പയുണ്ട്. ആ വായ്പ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിന് തീരുമാനിക്കാം എത്ര എടുക്കാമെന്ന്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് അതിൽ നിബന്ധന വെച്ചു. ആ വായ്പയിൽ പരിധി ചുമത്തി. സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയുന്ന വായ്പാ പരിധി വല്ലാതെ ചുരുക്കി. ആ വായ്പയിൽ തന്നെ പിന്നീടും ചുരുക്കം വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളെ ഇതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. അതിലൊന്നായിരുന്നു നമ്മുടെ പെൻഷൻ കമ്പനി. എന്താണ് പെൻഷൻ കമ്പനി എന്ന് പറഞ്ഞത്? കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഓർമ്മയില്ലേ? സാമൂഹ്യക്ഷേമ പെൻഷൻ 2016 ഉണ്ടായിരുന്ന അവസ്ഥ. LDF സർക്കാർ 2016 അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ UDF അവരുടെ അവസാനകാലം തീരുമാനിച്ചത് 600 രൂപ കൊടുക്കാനായിരുന്നു. പക്ഷേ ആർക്കും അത് കൊടുത്തിരുന്നില്ല. 1.5 വർഷം
കുടിശ്ശികയായി കിടക്കുകയായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ ആദ്യത്തെ 2016 ആദ്യത്തെ മന്ത്രിസഭാ യോഗം അന്ന് തന്നെ തീരുമാനിച്ചു ആ കുടിശ്ശിക മുഴുവൻ 1.5 വർഷത്തെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാൻ വേണ്ടി. അത് LDF സർക്കാരാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ആ തുക 600-ൽ നിന്ന് വർധനവ് തുടങ്ങി 1600 വരെ എത്തി. 1600 വരെ പെൻഷൻ 60 ലക്ഷം ആളുകൾക്ക് കിട്ടുന്ന സ്ഥിതിയാണുള്ളത്. ആ പെൻഷൻ മാസം തോറും ആളുകളുടെ കയ്യിൽ ലഭിക്കുന്നതിന് അതിനൊരു മുടക്കവും വരരുത് എന്ന ധാരണയിലാണ് അതിനായി ഒരു കമ്പനി രൂപീകരിച്ചത്. ആ കമ്പനി നമ്മുടെ കേരളത്തിലെ പെൻഷൻകാർക്ക് മുഴുവൻ സാധാരണഗതിയിൽ ഫണ്ട് അനുവദിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ആ പെൻഷൻ കമ്പനി കൃത്യമായി പെൻഷൻ കൊടുത്തു വരികയായിരുന്നു. കമ്പനിക്കുള്ള പൈസ സർക്കാർ കൊടുക്കും. അപ്പോൾ പെൻഷൻ മുടക്കണമെന്ന ആഗ്രഹമുള്ളവർ കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? ആ കമ്പനി എടുക്കുന്ന പെൻഷൻ, ആ കമ്പനി എടുക്കുന്ന പണം സംസ്ഥാനം എടുക്കുന്ന കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് മുടക്കിയത്. ആ കമ്പനിയെ പ്രവർത്തന രംഗത്തുനിന്ന് പിൻവലിപ്പിക്കാൻ തടയാക്കി. വലിയ പ്രയാസം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചു. ഏതെല്ലാം തരത്തിലുള്ള പ്രയാസം? ഇതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടായത്. അപ്പോൾ സാധാരണഗതിയിൽ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ചില മാസങ്ങൾ മുടങ്ങിപ്പോകുന്ന നില വന്നു. അങ്ങനെ വന്നപ്പോഴാണ് നിയമസഭയിൽ സംസ്ഥാന സർക്കാർ അസന്നിഗ്ധമായി ഒരു കാര്യം പ്രഖ്യാപിച്ചത്. എല്ലാ മാസവും മുടക്കമില്ലാതെ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കും. മാത്രമല്ല, കുടിശ്ശികയായി കിടക്കുന്ന തുക അത് മുഴുവൻ ഈ വർഷവും അടുത്ത വർഷവും കൊണ്ട് കൊടുത്തു തീർക്കും. ഈ വർഷം 2 ഗഡു, അടുത്ത വർഷം 3 ഗഡു. ആ 2 ഗഡുവിൽ 1 ഗഡു കൊടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഗഡു അടുത്ത് തന്നെ കൊടുക്കുന്നു. അടുത്ത വർഷം 3 ഗഡുവും കൊടുക്കും. ഇപ്പോൾ എല്ലാ മാസവും ഈ 1600 രൂപ കൊടുക്കുകയാണ്. LDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് ഈ 1600-ൽ തന്നെ നിൽക്കുമെന്നല്ല, അവിടുന്ന് മുന്നോട്ട് പോകുമെന്നാണ്. അവിടെ തന്നെയാണ് LDF ഇപ്പോഴും നിൽക്കുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് LDF സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ ഈ പാവങ്ങളെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? UDF-ന് വല്ല ചിന്തയുണ്ടാകുമായിരുന്നോ? ഇതിനെയാണ് മുടക്കാൻ നോക്കിയത് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഭാഗം.